നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പേര് ട്രേഡ് മോസ് എന്നാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എംപവർ വെൽത്ത് ആൻഡ് ഇലവേറ്റ് ദ വേൾഡ് എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനോട് കൂടിയാണ് നമ്മുടെ സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്നോളജി ആണ് നമ്മുടെ ഇവിടെ മോസ്റ്റ്ലി 100% യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്, കോൺസെപ്റ്റ് എന്താണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് പല ആൾക്കാരും ക്രിപ്റ്റോ പ്രൊജക്ടുകളെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അതിനകത്ത് ടോക്കനും കറൻസിയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പം വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഓൺ ബ്ലോക്ക് ചെയിനുകൾ ഉള്ള ടോക്കനുകളെയാണ് നമ്മൾ എന്താണ് കറൻസി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ഒരു കാര്യം വളരെ നിസ്സാരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും വാട്സപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. വാട്സപ്പിനകത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും നമ്മൾ മെസ്സേജുകൾ അയക്കുന്ന സമയത്തും അല്ലെങ്കിൽ മെസ്സേജുകൾ റിസീവ് ചെയ്യുന്ന സമയത്തും നമ്മുടെ സ്റ്റോറേജ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് ആണല്ല. അപ്പൊ യൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഫോണിന്റെ ഇന്റേണൽ മെമ്മറി ഈ ഒരു പിന്നെ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പക്ഷേ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഒരു ടോക്കൺ അല്ലെങ്കിൽ ഒരു കറൻസി, ഇത് ഒരു ബ്ലോക്ക് ചെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഒരു ബ്ലോക്ക് ചെയിൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇടപാടുകൾ നടത്തുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കറൻസി ആണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ബിറ്റ് കോയിൻ നമ്മൾ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചുള്ള ആ ട്രാൻസാക്ഷന്റെ എല്ലാ റെക്കോർഡ്സും, അതായത് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യുന്നതാണ് ഈ ബ്ലോക്ക് ചെയിൻ. അതായത് ഡേറ്റ എന്ന് പറയുന്ന സാധനം സൂക്ഷിക്കുന്ന ഒരു ഇടമാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പം ക്ലബ് ബോസ് അല്ലെങ്കിൽ ട്രേഡ് മോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഒരു ബ്ലോക്ക് ചെയിൻ ആണെന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള പല കമ്പനികൾക്കും, അതായത് ഇതിന് പുറമേ ഉള്ള കമ്പനികൾക്ക് അവരുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഇടമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലോകത്തിലുള്ളത് ക്ലബ് മോസ് അല്ലെങ്കിൽ ട്രേഡ് മോസ് മാത്രമാണോ ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്നാണ് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മേഖല എന്താണെന്നും ഈ ഒരു മേഖലയുടെ സാധ്യതകൾ എന്താണെന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് നമ്മുടെ ക്രിപ്റ്റോ ഇൻഡസ്ട്രീനെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഏതാണ്ട് വരുന്നത് 4.1 ട്രില്യൺ US ആണ്. അതായത് ഇന്ത്യയുടെ GDP, അതായത് നമ്മുടെ എല്ലാവരുടെയും സ്വത്തും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒട്ടനവധി ബില്യനേഴ്സിന്റെ സ്വത്തും എല്ലാം കൂടെ വിറ്റ് കിട്ടുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അത്രയും വരും ഈ ക്രിപ്റ്റോ ഇൻഡസ്ട്രീന്റെ ഒരു വലുപ്പം. അതായത് അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ ഒരിക്കലും ഇതിനെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് കണക്കാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ. അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോ ഇവിടെ ഞാൻ ഇതിന്റെ വലതുവശത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കുറച്ച് ബ്ലോക്ക് ചെയിനുകളാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്കിപ്പം കേട്ടിട്ടുണ്ടാവും ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കോട്ട് കേട്ടിട്ടുണ്ട്. അതായത് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഓരോ ആവശ്യങ്ങളാണ് ഓരോരോ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലുള്ളത്. അപ്പം ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ആദ്യത്തെ കറൻസി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ കോയിനാണ് ബിറ്റ് കോയിൻ. ഇത് മാത്രമാണ് ബിറ്റ് കോയിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ നിലവിലുള്ള ബ്ലോക്ക് ചെയിനുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ എന്താണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിറ്റ് കോയിൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു ഓരോ പിന്നെ ബ്ലോക്ക് ചെയിന്റെയും താഴെ TPS എന്ന് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ വലതുവശത്തായിട്ട് നമുക്ക് എന്താണ് ഓരോ അക്കങ്ങളും കാണാൻ വേണ്ടി പറ്റും. TPS എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ്, അതായത് ഓരോ സെക്കൻഡിലും എത്ര ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു ബ്ലോക്ക് ചെയിനിലൂടെ മാക്സിമം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമുള്ള ബിറ്റ് കോയിനകത്ത് ട്രാൻസാക്ഷൻസ് വളരെ 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 കുറവാണ്. പക്ഷേ അത് ലോകത്തിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു കറൻസി ആയതുകൊണ്ട് തന്നെ അതിനുള്ള പോപ്പുലാരിറ്റി കൊണ്ട് അത് ഇന്ന് ഈ ലോകം കോൺക്വയർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മറിച്ച് നമുക്ക് രണ്ടാമത് കാണാൻ വേണ്ടി പറ്റും എത്തീരിയം എന്ന് പറയുന്നത്. ഓക്കെ. എത്തീരിയം എന്ന് പറയുന്നത് വേറെ, അത് ബിറ്റ് കോയിൻ ഉണ്ടായിരുന്ന കുറേ പരിമിതികളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തീരിയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടുള്ളത്.
അപ്പം എന്താണ് പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യത്തെ ഒരു പരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷന്റെ സ്പീഡ് വളരെ കുറവാണ്. ഏതാണ്ട് 10 മിനിറ്റോളം എടുക്കും. നമ്മുടെ USDT ഒരു വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലേക്ക് നമ്മൾ ഇപ്പം വളരെ സെക്കൻഡുകൾ കൊണ്ട് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ ബിറ്റ്കോയിൻ ഉപയോഗിച്ച് സെൻഡ് ചെയ്യണമെങ്കിൽ, ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ച് സെൻഡ് ചെയ്യുമ്പോൾ അത് 10 മിനിറ്റോളം എടുക്കും. അതാണ് അവിടെ ഒരു ടൈം ലാഗ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള കുറെ പോരായ്മകൾ പരിഹരിച്ചതാണ് എന്താണ് ഈ എത്തീരിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ. അപ്പം നമ്മളിപ്പം റീസെന്റ് ആയിട്ടുള്ള ന്യൂസുകളിനകത്ത് കണ്ടിട്ടുണ്ടാവും, SBI പോലെയുള്ള ബാങ്ക്, അതായത് ബാങ്കുകൾ ബ്ലോക്ക് ചെയിൻ എന്നൊരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലത്തെ ന്യൂസിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്, NBFC-കൾ, നോൺ ബാങ്കിങ് ഫിനാൻസ്, മുത്തൂറ്റ്, മണപ്പുറം പോലെയുള്ള ഫിനാൻസുകൾക്ക് RBI ഓൾറെഡി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബ്ലോക്ക് ചെയിൻ ഉള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്ലാറ്റ്ഫോമുകൾ ബിൽഡ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാങ്കിങ് മേഖലകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ് നമുക്ക് മൂന്നാമതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന റിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ട്രാൻസാക്ഷന്റെ സ്പീഡും വളരെ നിസ്സാരമായിട്ട് 1100 ട്രാൻസാക്ഷൻ ആണ് ഒരു ബാങ്കിങ് ഒരു ബ്ലോക്ക് ചെയിന് വേണ്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് BNB എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ. അതായത് 2222 ട്രാൻസാക്ഷൻസ് ആണ് ഒരു സെക്കൻഡിനകത്തോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇത് നമുക്കിപ്പോ ലോകത്തിലെ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാൻ വേണ്ടി പറ്റും ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിന്റെ നേറ്റീവ് കറൻസി ആണ് BNB. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോക്കന് അല്ലെങ്കിൽ ഈ ഒരു കറൻസിക്ക് ഇത്രയും മൂല്യം വരാനുള്ള കാരണം. അതിനുശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും സൊളാനോ എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് സൊളാനോ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാൻ വേണ്ടി പറ്റും, മെംകോയിൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. മെംകോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള 0.0000 ഒരു 10 സീറോന്റെ അപ്പുറം ഒരു 1 ഒക്കെ വരുന്ന ഇങ്ങനെയുള്ള വളരെ നിസ്സാരമായിട്ടുള്ള വിലകളുള്ള, അതായത് ഗെയിമിംഗ് കോയിനുകൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ടോക്കണുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് സൊളാനോ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ. മറിച്ച് നമ്മൾ ഒട്ടനവധി ആൾക്കാരും കേൾക്കാത്ത ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയും. അതാണ് നമ്മുടെ കാണാൻ വേണ്ടി പറ്റും ICP എന്ന് പറയും ഈ ഒരു ബ്ലോക്ക് ചെയിൻ. അതായത് ലോകത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന, ഫാസ്റ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്നു, അതേപോലെ തന്നെ EPS ഏറ്റവും കൂടുതലുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ് നമ്മളിപ്പോ കാണുന്ന ഈ ICP എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസികൾ നമ്മുടെ മാർക്കറ്റിനകത്ത് ഇപ്പൊ വളരെ വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ട് നാളെ തന്നെ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഇവര് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും പല പല പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവരെങ്ങനെയാണ്, ഓരോ ബ്ലോക്ക് ചെയിനുകളും എങ്ങനെയാണ് ഇവരുടെ ടോക്കനുകളും കറൻസികളും മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഈ ഒരു ടോക്കനുകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ നോക്കും. പ്രീസെയിൽ, എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് പ്രോഗ്രാംസ്, ഇതാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള തന്നെ ഒരു വാക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിൻ, ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ. ബിറ്റ്കോയിൻ മാർക്കറ്റിലേക്ക് വന്ന 2008 വന്ന സമയത്ത് ഗെയിം കളിച്ചുകൊണ്ടും അതേപോലെ പസിൽസ് സോൾവ് ചെയ്തുകൊണ്ടും ഫ്രീ ആയിട്ട് നമുക്ക് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അതാണ് ബിറ്റ്കോയിന്റെ ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. മറിച്ച് 2015 കാലഘട്ടത്തിലേക്ക് എത്തീരിയം വന്ന സമയത്തും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ പ്രീസെയിലും എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൈസിന് കിട്ടുന്നത് നമുക്ക് പ്രീസെയിൽ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന കാര്യം നമുക്കറിയാൻ വേണ്ടി പറ്റും. നമുക്ക് കുറെ ടാസ്കുകൾ തരും. ടാസ്കുകൾ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 10 പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ടോക്കനുകൾ തരാം. അങ്ങനെയുള്ള ഓരോരോ ടാസ്ക് തരുന്ന സമയത്ത് നമുക്കിപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന, കുട്ടികളൊക്കെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പിന്നെ ഹാംസ്റ്ററിന്റെ മേളിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതൊരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമാണ്. ഈ എയർ ഡ്രോപ്പ് പ്രോഗ്രാമിലൂടെയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് ആണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന അഫിലിയേറ്റഡ് പ്രോഗ്രാംസിലൂടെ.
അതിനകത്ത് പലതരത്തിലുള്ള അഫിലിയേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്, പലതരത്തിലുള്ള ഇൻകം ജനറേറ്റിംഗ് സോഴ്സസ് ഉണ്ട്. ഇങ്ങനെയുള്ള സോഴ്സസിലൂടെയാണ് ഈ ഒരു അഫിലിയേറ്റഡ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ ട്രേഡ് മോസ് എന്നൊരു പ്ലാറ്റ്ഫോം എന്താണെന്നും ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതും അതുവഴി നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് എന്താണ്, ഈ ഒരു ട്രേഡ് മോസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ബ്ലോക്ക് ചെയിൻ ആണ്. ഈ ഒരു ബ്ലോക്ക് ചെയിനകത്ത് ചെയ്യുന്ന കാര്യം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു US ഡോളറോ എത്തീരിയമോ ഒരു ബിറ്റ് കോയിനോ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ട്രേഡ് മൂവ്സ് ചെയ്യുന്ന കാര്യം ഇതിന്റെ റെക്കോർഡ്സുകൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. അതായത് ഡേറ്റ സ്റ്റോർ ചെയ്യുക, അത് വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോ ബെന്നി സാറിനെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ അഡ്രസ്സും അതേപോലെ വാലിഡേറ്റ് ചെയ്യുന്ന ബെന്നി സാറിന്റെ അഡ്രസ്സ് അതേ ബ്ലോക്ക് ചെയിനുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളും വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം ആ ഒരു ഡേറ്റ ഓരോ ബ്ലോക്കുകളിലായിട്ട് സൂക്ഷിച്ചു വെക്കുക. എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ ഒരു ഡേറ്റ പ്രോപ്പറായിട്ട് ആ ബ്ലോക്ക് ചെയിനിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ചെയ്യുന്ന കാര്യം. അടുത്തതാണ് നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ടോക്കൺ ക്രിയേഷൻ. നെക്സ്റ്റ് സ്ലൈഡിനകത്ത് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. ടോക്കൺ ക്രിയേഷൻ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ട്രേഡ് മോസ് എന്ന് പറയുന്നത് ഓൺ ബ്ലോക്ക് ചെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു കറൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. മോസ് എന്ന് പറയുന്ന ഒരു കറൻസിയാണ്. പക്ഷെ മറിച്ച് നമ്മൾ കുറേ പ്രൊജക്ടുകൾ കണ്ടിട്ടുണ്ടാവും, ഇതിനകത്തൊക്കെ ടോക്കനുകളാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. കറക്റ്റ് ആണല്ലോ. അപ്പം നാളെ നമുക്കൊരു ബിസിനസ്, ഒരു ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രേഡ് മോസിന്റെ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടേതായിട്ടില്ല, അതായത് ഷിജിൻദാസിന്റേതായിട്ടുള്ള ഒരു ടോക്കൻ അല്ലെങ്കിൽ ബെന്നി സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ആയിട്ടുള്ള ഒരു ടോക്കൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്കതൊരു അഫിലിയേറ്റഡ് പ്രോഗ്രാം വഴി നമുക്ക് നാളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിനകത്ത് നമുക്കിപ്പോ എല്ലാവർക്കും അറിയുന്നതാണ് BEP20 എന്ന് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. BEP20 നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, അതായത് ഒരു വാലിഡേഷൻ ആണ് വരുന്നത്. അപ്പൊ BEP20 പോലെ തന്നെ നമ്മുടെ മോസിലേക്ക് വരുന്ന സമയത്ത് അത് CRC20 എന്ന് പറയുന്നൊരു വാലിഡേഷൻ ആണ് വരുന്നത്. അപ്പം ഇതിനകത്ത് പലതരത്തിലുള്ള പ്രോട്ടോകോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ERC20 കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, അതേപോലെ തന്നെ ERC1400 അങ്ങനെയുള്ള പല വാലിഡേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ടോക്കന്റെ ഫഞ്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ച് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഓരോ പ്രോട്ടോകോളും മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു കാര്യമാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒട്ടുമിക്ക എല്ലാ ബ്ലോക്ക് ചെയിനകത്തും ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതായത് നമ്മളിപ്പം അറിയുന്ന ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലെഡ്ജർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഒക്കെ യൂസ് ചെയ്യും. അപ്പം നമുക്കിപ്പോ ഒരു കമ്പനി, ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മൾ എല്ലാവരും കൂടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനകത്ത് ഒരു 100 സ്റ്റാഫ് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാഫുകളുടെ ഡേറ്റ മുഴുവനായിട്ടും നമ്മുടെ ബ്ലോക്ക് ചെയിനിലേക്ക് ഒരു സ്മാർട്ട് കോൺട്രാക്ട്, ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കരാറിലൂടെ ഈ ബ്ലോക്ക് ചെയിനിനകത്തോട്ട് കൊണ്ടുവരികയും അപ്പൊ അവരുടെ സാലറി ഇത്രയാണെന്ന് നമുക്ക് അതിനകത്ത് നോട്ട് ചെയ്യാം, മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമ്മുടെ USDT ലോഡ് ചെയ്യുന്ന പോലെ ഒരു വാലറ്റിലേക്ക് നമുക്ക് നമ്മുടെ USDT അല്ലെങ്കിൽ INR നമുക്ക് ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ലാതെ, നമുക്കൊരു HR ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരു മാനേജേഴ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ തന്നെ നമുക്ക് 100 എംപ്ലോയി അല്ല 10,000 എംപ്ലോയി ഉണ്ടെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള സമയത്തിന് ഈ ഉള്ള ട്രാൻസാക്ഷൻസും ഇടപാടുകളും മുഴുവനായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു കാര്യം ഫ്രീ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ, നമ്മുടെ ബ്ലോക്ക് ചെയിനിലോ ലെഡ്ജറുകളിലോ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒരു സ്മാർട്ട് കോൺട്രാക്ട് വഴി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിജിറ്റലി ഉള്ള ആപ്ലിക്കേഷൻസും നമുക്ക് എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ
ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്താണ് ട്രേഡ് മോസിന്റെ വളരെ യുണീക്ക് ആയിട്ട് എന്താണ് ഇത് പല ആൾക്കാരും നമ്മുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഫേസ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ട്രേഡ് മോസ് ചെയ്യുന്ന ഉള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ഫേസ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊജക്ട് എന്താണ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉള്ളത്, എന്താണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് ചെയ്യുന്ന ഉള്ളൊരു ചോദ്യം എല്ലാവരും കേൾക്കുന്നതാണ്. എന്നാൽ ഈ ഒരു കാര്യം എല്ലാവരും കുറച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു മൾട്ടിപ്പിൾ, അതായത് മൾട്ടി ചെയിൻ ഒരു ക്രോസ് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ക്രോസ് ചെയിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, എന്റെ കയ്യിൽ കുറച്ച് ബിറ്റ് കോയിൻ ഉണ്ട്. ഓക്കെ, എനിക്കത് ബെനിസർ ആയിക്കോട്ടെ, ബെനിസാറിന് സെൻഡ് ചെയ്യണം. പക്ഷെ എന്റെ കയ്യിലുള്ളത് ഒരു ബ്ലോക്ക് ചെയിനിലായിരിക്കാം. മേ ബി എന്റെ കയ്യിലുള്ളത് BNB എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിനിലായിരിക്കാം. പക്ഷെ ബെനിസാർ എനിക്ക് തന്നിട്ടുള്ളത് എത്തീരിയം എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിനിന്റെ അഡ്രസ് ആയിരിക്കും തന്നിട്ടുള്ളത്. എല്ലാവർക്കും വളരെ ആദ്യത്തെ സ്റ്റേജിനകത്ത് US ഡോളറുകൾ ഇടപാടുകൾ ചെയ്യുന്ന സമയത്ത് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളായിരിക്കാം മറ്റു ബ്ലോക്ക് ചെയിനുകളുടെ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുകയും ആ കറൻസി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ ക്ലബ് മോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ചെയ്യുന്നത് ഒരേ യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സിലൂടെ മൾട്ടിപ്പിൾ ബ്ലോക്ക് ചെയിനിലേക്ക് നമുക്ക് എല്ലാ അസറ്റും, ഡിജിറ്റൽ ആയിട്ടുള്ള എല്ലാ അസറ്റുകളും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഇത് വളരെ നിലവിലെ ലോകത്തിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ യൂസ് എന്നല്ല, കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ന രീതിയിൽ ഒരു ബ്ലോക്ക് ചെയിനും കൊണ്ടുവരാത്ത ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള മാർക്കറ്റിൽ ഭീമന്മാരായിട്ടുള്ള 6 ബ്ലോക്ക് ചെയിനുകളും കൊണ്ടുവരാത്ത ഒരു ഫീച്ചറാണ് നമ്മുടെ ട്രേഡ് മോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത്. ഇതാണ് യുണീക്ക് ഫീച്ചർ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് വളരെയധികം പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നമ്മുടെ യുണീക്ക് ഫീച്ചർ. നാളെ നമ്മുടെ ബ്ലോക്ക് ചെയിൻ റൂൾ ചെയ്യാൻ വേണ്ടി തന്നെ, ഈ ഒരു മാർക്കറ്റ് റൂൾ ചെയ്യാൻ വേണ്ടി പോകുന്നതിന്റെ മെയിൻ റീസൺ ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്ലോക്ക് ചെയിനുകളും യൂസ് ചെയ്യുന്ന, എല്ലാ ബ്ലോക്ക് ചെയിനും എക്സ്ചേഞ്ചുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്വാപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് രീതിയിൽ ഞാനിത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കുറെ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്ലാൻ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിനകത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമില്ല, നമ്മുടെ ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യും. അപ്പം നമുക്ക് എന്താണ്, പുതിയ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വേറെ പ്രൊജക്ട് നോക്കി പോകില്ലേ എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അതിശക്തമായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്നുള്ളൊരു ചോദ്യം നമുക്ക് തന്നെ ഉണ്ടാവും. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി ലിക്വിഡിറ്റി പൂൾ എന്ന് പറയാൻ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ഈ ലിക്വിഡിറ്റി പൂളിലേക്ക് നമ്മുടെ ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലിക്വിഡിറ്റി പൂളിനകത്തോട്ട് കിട്ടുന്നുണ്ട്. നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ് എത്തീരിയം എന്ന് പറയുന്നത്. എത്തീരിയത്തിന്റെ പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണെങ്കിൽ, അതിന്റെ ലിക്വിഡിറ്റി പൂളിനകത്തോട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ചെറിയൊരു പ്രസൻസ് അവിടെ ആവശ്യമാണ്. ആ ഒരു പ്രസൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് റിട്ടേൺസ് നമുക്ക് അവിടെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേ ഒരു അവസരമാണ് നമുക്ക് ഇവിടെയും തരുന്നത്. നമുക്ക് ലിക്വിഡിറ്റി പൂളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരവും അതിൽ നിന്ന് അതിശക്തമായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. മറിച്ച് ലിക്വിഡിറ്റി പൂൾ മാത്രമല്ല, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, എന്താണ് ആർട്ട് ഫോംസ് എന്നാണ് NFT എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അതായത് ഒരു പാട്ടാകാം, അല്ലെങ്കിൽ ഒരു വീഡിയോന്റെ ഒരു ക്ലിപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു ചിത്രം വരെയാകാം, ഇങ്ങനെയുള്ള എന്തും ആകാൻ വേണ്ടി പറ്റും. ഇതിനെ നമുക്ക് ഡിജിറ്റലായിട്ട് നമുക്ക് അതിന്റെ ഒരു കോൺട്രാക്ട് എടുക്കുന്നതിന് നമുക്ക് എന്താണ് NFT എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള NFT ക്രിയേറ്റ് ചെയ്യാനും അത് സെല്ല് ചെയ്യാനും, അതായത് അതിന്റെ കച്ചവടം ഇടപാടുകൾ നടത്താനും വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലബ് മോസിന്റെ മറ്റൊരു യൂണിഫ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. നമുക്കിപ്പോ അറിയാൻ വേണ്ടി പറ്റും കുട്ടികളൊക്കെ ഗെയിമിന്റെ പുറകെയാണ്, അല്ലെ? നെക്സ്റ്റ് സൈഡിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗെയിമിന്റെ പുറകെയാണ്. അപ്പം നമുക്കിപ്പം റീസെന്റ് നമ്മളിപ്പോ ഗെയിമിംഗ് മേഖലയെ കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും
ഗ്രാൻഡ് ത്രെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം ഉണ്ട്. നമുക്കിപ്പം GTA എന്ന് പറയും, GTA 6 എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഇപ്പം മാർക്കറ്റിലേക്ക് വളരെ പോപ്പുലാരിറ്റി നേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ വീട്ടിലുള്ള കുട്ടികളെ, മുതിർന്നവരൊക്കെ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലിരുന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ടിലിരുന്ന് ഫോണിലൂടെ ഗെയിം കളിക്കുന്ന കുട്ടികളെയൊക്കെ കളിയാക്കുന്നതും ചീത്ത പറയുന്നതും വളരെ നിസ്സാരമായി കാണുന്ന ആൾക്കാർ ഉണ്ട്. നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രീന്റെ ഒരു വലുപ്പം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു GTA എന്ന് പറയുന്ന GTA 6 എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ആ ഒറ്റ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് 5 വേർഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ, 6th വേർഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് $2 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. $2 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ എന്ന് പറയുന്ന ഇന്ത്യൻ റുപ്പീസിനകത്ത് എനിക്ക് പറയാൻ വേണ്ടി പറ്റും ഒരു 8300 കോടി. അപ്പം 2 ബില്യൺ എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു 17,000 കോടി രൂപയാണ് ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്രയും അതിശക്തമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മേഖലയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇൻവോൾവ്മെന്റ് നമ്മുടെ ട്രേഡ് മോസ് അല്ലെങ്കിൽ ക്ലബ് മോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കൊണ്ടുവരുന്ന ഒരു മേഖലയാണ് ഗെയിമിംഗ് ആൻഡ് ബിഡിംഗ് എന്ന് പറയുന്ന മേഖല. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിൽ പോകുന്ന സമയത്ത് ആ, നമ്മുടെ നമുക്കെല്ലാം അറിയാൻ വേണ്ടി പറ്റും. ബിനി സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ടെക്നോളജി റവല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ നാട്ടിലൊക്കെ കമ്പനികളുണ്ട്, ഷെയറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഔട്ട്ഡേറ്റഡ് ആവാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോ നാളെ ബോർഡ് മീറ്റിംഗ്, നമുക്കിപ്പോ അറിയാൻ വേണ്ടി പറ്റില്ലേ, SBI ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ക്വാർട്ടർലി മീറ്റിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസിനകത്ത് നമ്മൾ കേൾക്കാൻ വേണ്ടി. ഇനി അത് അടുത്തൊരു 2-3 വർഷത്തിനുള്ളിൽ ഈ സംഭവങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ, നമുക്കറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇതിന്റെ ഒരു കടന്നുവരവോടുകൂടി ഈ ടോക്കനുകൾ ആരാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ അധികാരം എന്ന് പറയുന്നത്, ഈ ബ്ലോക്ക് ചെയിന്റെ അധികാരം എന്ന് പറയുന്നത് ഈ നിലവിലുള്ള ഇത്ര ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ, നമ്മുടെ ക്ലബ് മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനകത്ത് അവരുടെ വെബ്സൈറ്റിനകത്ത് കയറ്റി വോട്ടിംഗ് പൂളുകൾ ഒക്കെ അവൈലബിൾ ആയിരിക്കും. വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അവിടെ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്, അതിന്റെ ഗവേണൻസ്, അതിന്റെ നിലനിൽപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടെക്നോളജി നമ്മളെ കൈവച്ചിട്ടുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സ്ഥലത്തല്ല എന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ ഇൻവോൾവ് ആയിട്ട് ഈ സാധനം നമ്മളിലേക്ക് തരുന്നത്, ഈ ടെക്നോളജികളല്ല നമുക്ക് തരുന്നത്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ എൻഡ് റിസൾട്ട് ആയിട്ടുള്ള ടോക്കനുകളും അതേപോലെ തന്നെ കറൻസിയുമാണ്. മോസ് എന്ന് പറയുന്ന കറൻസിയും മറ്റു ചില ടോക്കനുകളാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെ ടോക്കനെ കുറിച്ച് കുറച്ചുകൂടെ, ഇതാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ. അതിനകത്ത് ആ, മു- മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോ ടോക്കനുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ കറൻസിനെ കുറിച്ചു സംസാരിച്ചു. നമുക്കിനി മനസ്സിലാക്കേണ്ടത്, ഈ കറൻസി അല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ സക്സസ്ഫുൾ ആകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാതെ ഈ സാധനം സക്സസ്ഫുൾ ആയില്ല. അത് ഏത് ബ്ലോക്ക് ചെയിൻ ആണെങ്കിലും, ഏത് കറൻസി ആണെങ്കിലും, ഏത് വലിയ പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രൊജക്ട് സക്സസ്ഫുൾ ആവുള്ളൂ. അതിനകത്ത് നമുക്ക് ഒഴിച്ചു മൂടാൻ പറ്റാത്ത 4 കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുവാണെങ്കിൽ സ്ട്രോങ് യൂട്ടിലിറ്റി, അതിന്റെ കാര്യത്തിൽ സീറോ ഡൗട്ട് ആണ് വരേണ്ടത്. ഞാൻ ലാസ്റ്റ് സ്ലൈഡിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഗെയിമിംഗ് ആൻഡ് ബിഡിങ്ങിനകത്ത് ഹ്യൂജ്, നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും എക്സ്ട്രീം ലെവലുള്ള കമ്പനികളുമായിട്ടാണ് ഓൾറെഡി ടൈപ്പ് ആയിട്ടുള്ളത്. വിത്തിൻ വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ പ്രൊജക്ടുകൾ ലൈവ്, ഗെയിമിംഗ് ആൻഡ് ബിഡിംഗ് പ്രൊജക്ടുകൾ ലൈവ് ആകാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സീറോ ഡൗട്ട് ആണ്. ടോക്കണോമിക്സ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം, ടോക്കണോമിക്സിന്റെ കാര്യത്തിൽ എക്സ്ട്രീംലി ഞാൻ ഹാപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടില്ല, 100 കോടി ടോക്കൺ മാത്രമേ ഉള്ളൂ അതിനകത്ത്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ടോക്കനാണ്.
അതിനകത്ത് ചെറിയൊരു ബേണിംഗ് മെക്കാനിസം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സക്സസ്ഫുൾ ആവുന്ന ഒരു പ്രൊജക്ട് ആണ്. സീറോ ഡൗട്ട് ആണ് എനിക്ക് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചുള്ളത്. പിന്നെ നെക്സ്റ്റ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വിഷണറി ആയിട്ടുള്ള ഒരു ടീമാണ്. നമുക്കറിയാൻ വേണ്ടി പറ്റും നമ്മുടെ പ്രൊമോട്ടർ ആരാണെന്നും കമ്പനീന്റെ മുന്നിൽ നിന്ന് ആരാണ് നയിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ് ജയന്റുകളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ എക്സ്ട്രീംലി ഇത് മുന്നോട്ട് പോകുന്നതിൽ സീറോ ഡൗട്ട് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കുറച്ചുകൂടെ നമുക്ക് നോക്കാനുള്ള കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ ഇവിടെ ഈ രാത്രിക്ക് 9 മണിക്ക് ഡിസ്കഷൻ ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റി എങ്ങനെ കൊണ്ടുവരാമെന്നും ആ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റിലേക്ക് അഡാപ്റ്റബിൾ ആക്കി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സൈഡിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് അറിയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്, പ്യുവർലി ഇതൊരു റെഫറൽ പ്രോഗ്രാമാണ്. ഞാനോ ഇതിനകത്തുള്ള ഓരോ വ്യക്തികളും ഇതിന്റെ ഭാഗമാവുന്നത് റെഫറൽ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഇവിടെ കാശ് സമ്പാദിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രീംലി റിച്ച് ആകണമെങ്കിൽ റെഫർ ചെയ്യണം. ഇതൊരു ട്രേഡ് മോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെഫറൽ പ്രോഗ്രാം. അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ട്രേഡ് മോസിന്റെ റെഫറൽ പ്രോഗ്രാമിലൂടെ അതിലുള്ള ഇൻകം ജനറേറ്റിംഗ് വളരെ ലളിതമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെറും 4 തരത്തിലുള്ള ഇൻകം ഉള്ളൂ. നമുക്കിപ്പം കുറച്ചുകൂടെ വളരെ സിംപ്ലിഫൈ ചെയ്ത രീതിയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ROE ഇൻകം ഉണ്ട്, അതേപോലെ നമുക്കൊരു സ്പോൺസർ ഇൻകം ഉണ്ട്, ലെവൽ ഇൻകം ഉണ്ട്, അതേപോലെ നമുക്ക് എന്താണ് റാങ്ക് ഇൻകം. ഞാൻ കൂടുതൽ നമുക്കറിയാൻ വേണ്ടി പറ്റും ROE ഇൻകം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിക്ക് ആവശ്യമുള്ളതാണ്. ഈ ROE ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ എമൗണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ 0.5% നമുക്ക് ഡെയിലി കിട്ടുകയും മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 15% കിട്ടും. അത് എത്ര കാലം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 ലക്ഷം രൂപയാവുന്നവരെ നമ്മുടെ വാലറ്റുകളിലേക്ക് നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാനും മിനിമം വിഡ്രോവല് $20 ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. അതിനുള്ള ഒരു വേരിഫിക്കേഷൻ ഉണ്ടാവും. വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിലിനകത്തൊരു വേരിഫിക്കേഷൻ മെയിൽ വരും. അത് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂറുള്ള ഒരു ടൈം പീരീഡ് കൊണ്ട് നമ്മുടെ വാലറ്റിലേക്ക് സുരക്ഷിതമായിട്ട് ഫണ്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്പോൺസർ ഇൻകം എന്ന് പറയുന്നത്. സ്പോൺസർ ഇൻകം എന്ന് പറയുന്നത് സ്ലാബ് ബേസ്ഡ് ആണ് സ്പോൺസറിംഗും വരുന്നത്. 2 ലെവലുകളിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്പോൺസർ ഇൻകം. 5% മുതൽ 20% വരെയാണ്. എല്ലാവർക്കും സോറി, സ്ലൈഡിനകത്ത് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എല്ലാവരും അവരുടെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതായത് 5% മുതൽ 20% വരെ നമുക്ക് സ്പോൺസർ ഇൻകത്തിന് എലിജിബിൾ ആണ്. അത് ഓരോ സ്ലാബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ കൂടുതൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ലെവൽ ഇൻകം വളരെ ക്രേസി ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഞാനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഇപ്പോ ബെന്നിസാറ് എന്നെ സ്പോൺസർ ചെയ്ത് എന്ന് വിചാരിക്കാം. ബെന്നിസാറാണ് എന്റെ അപ്ലൈ. ഓക്കെ, ഞാനൊരു 1 ലക്ഷം രൂപയാണ് ഞാൻ ട്രേഡ് മോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഡെഫിനറ്റ്ലി ബെന്നിസാർ ഹാപ്പിയാണ്. ബെന്നിസാറിന് ഒരു 5% 5000 രൂപ ഇക്വാലന്റ് ആയിട്ടുള്ള $US ക്രെഡിറ്റ് ആയിട്ടുണ്ടോ. ഓക്കെ, അപ്പൊ ബെന്നിസാറിന് ഈ ഒരു 5000 രൂപ മാത്രം കിട്ടാൻ വേണ്ടി ബെന്നിസാർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5000 രൂപ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാനാണ്. അതായത് ബെന്നിസാറിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന 1 ലക്ഷം രൂപ 750 ദിവസം കൊണ്ട് ബെന്നിസാറിന് തന്നെ അത് തിരിച്ചു കിട്ടും. അതായത് 25 മാസം കൊണ്ട് ആ 1 ലക്ഷം രൂപ ബെന്നിസാറിന് തന്നെ തിരിച്ചു കിട്ടും. അതായത് ഒരു ദിവസം 133 രൂപ ബെന്നിസാറിന് കിട്ടുന്നതാണ്. അതാണ് ഇതിന്റെ ലെവൽ ഇൻകത്തിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഞാൻ വേറൊരു വ്യക്തിനെ 1 ലക്ഷം രൂപ പരിചയപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് അതിന്റെ 100% ആയിട്ടുള്ള 1 ലക്ഷം രൂപ കിട്ടിയും ബെന്നിസാർ അതിന്റെ 40%, അതാണ് വലതുവശത്ത് കൊടുത്തിട്ടുള്ള 100%, 40%, 20%, 10%, 7%. ഇതിനകത്ത് ഞാൻ 5 ലെവലുകൾ മാത്രമേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ 5 ലെവലുകൾ മാത്രമല്ല, 20 ലെവലിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, അതിന് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനീന്റെ ഓൺ PDF-നകത്ത് അത് വളരെ വ്യക്തമായിട്ട് എല്ലാ എലിജിബിലിറ്റീസും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് നോട്ട് ദ ലീസ്റ്റ്, നമുക്കിപ്പോ റാങ്ക് ഇൻകം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന റാങ്ക് ഇൻകം എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. റാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിന്റെ റാങ്കിന്റെ പേരും എത്രയാണ് എമൗണ്ട് നമുക്ക് റിസീവ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. റാങ്ക് ആൻഡ് റിവാർഡ് എന്ന് പറയുന്ന അനലിസ്റ്റ് എന്ന് പറയുന്ന റാങ്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ $1000 അതുപോലെ 1 by 1 ആയിട്ട് ഓരോ ലെവലിലേക്ക് പോകുന്ന സമയത്ത്
നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിനി കറൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അടുത്ത കറൻസി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ചെയിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കറൻസീസിനെ കുറിച്ച് നമുക്ക് അടുത്ത സ്ലൈഡിനകത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് 100 കോടിയാണ് ടോക്കൺ. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലോക്ക് ചെയിനകത്ത് ഓൺ കറൻസി വരുന്നത് അല്ലെങ്കിൽ ഓൺ ടോക്കൺ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനകത്ത് USDMഉം അതേപോലെ തന്നെ മോസ് എന്ന് പറയുന്നുള്ള 2 കറൻസികളാണ് നമുക്ക് ഓൾറെഡി ഉള്ളത്. നമുക്കറിയപ്പെടും ഒരു USDM, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള, നമ്മളിപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാഷ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കപ്പ് എന്ന രീതിയിൽ ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ഡോളർ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ കറൻസി മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡോളർ നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത്രയും ഇൻവെസ്റ്റ്മെന്റുകളും വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ട്രേഡ് മോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. ഓക്കെ, അടുത്ത ഒരു ടോക്കനകത്ത് നമുക്ക് നമ്മുടെ സ്ലൈഡിനകത്ത് നമ്മുടെ ടോക്കനുകളെ കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടി പറ്റുന്നു. നമ്മുടെ എക്കോസിസ്റ്റത്തിനകത്ത് ഫസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ടോക്കനാണ് ടിയ ടോക്കൺ എന്ന് പറയുന്ന ടോക്കൺ. ഇത് ട്രേഡ് മോസ് അല്ലെങ്കിൽ മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടോക്കനാണ് ടിയ ടോക്കൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡോജ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഗെയിമിംഗ്. അപ്പൊ ആ ഗെയിമിനകത്ത് മുഴുവനായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഡോജ്വിൻ എന്ന് പറയുന്ന നമ്മുടെ ഓൺ ബ്ലോക്ക് ചെയിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇത് നമ്മൾ നിലവിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ 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 അഗ്രസീവ് ആയിട്ട് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ടൈപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഒരു എന്താണ് റോഡ് മാപ്പ് കൂടെ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്കിത് കൂടുതൽ ലെങ്തി ആക്കാൻ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വളരെ സിമ്പിൾ ആണ്. എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് 1, ഫേസ് 2 അല്ലെങ്കിൽ ഫേസ് 3, ഫേസ് 4 എന്ന് പറയുന്ന 4 ഘട്ടങ്ങളിൽ ഇപ്പൊ നിലവിൽ 3ാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അതിനകത്ത് 3 ഘട്ടവും എന്താണോ ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതെല്ലാം സ്ട്രിക്ട്ലി ഫോളോ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഫസ്റ്റ് പറയാം, മോസ് എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിന്റെ ലോഞ്ച് നടന്നിട്ടുണ്ട് 2023. അതിനുശേഷം ക്രോസ് ചെയിൻ ട്രാൻസാക്ഷന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുണ്ട്. അതൊരു ഒരു കൊമേഴ്ഷ്യൽ എന്ന രീതിയിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവില്. ഇൻ സെക്കൻഡ് ഫേസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനീന്റെ ഓഫറിങ്, അതായത് ഇനീഷ്യൽ എക്സ്ചേഞ്ച് ഓഫറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മോസ് കോയിൻ 2024 മൊത്തം മാർക്കറ്റിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോറി. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാലിഡേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ആ ഒരു സാഹചര്യത്തിലാണ് നടന്നിട്ടുള്ളത്. 2025 നിലവിലുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷം നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഫേസ് 3 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഫേസ് 3-നകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേബിൾ കറൻസിന്റെ ഓൾറെഡി വർക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ലൈക്ക് 80% പ്രോഗ്രസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്ടർ കോയിൻസ്, നമ്മൾ പറഞ്ഞ പോലെ ടിആർ ടോക്കൺ അല്ലെങ്കിൽ ഡോജ്വിൻ എന്ന് പറഞ്ഞ ടോക്കന്റെ ഓൾറെഡി മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഗെയിമിംഗ് പ്രോജക്റ്റിന്റെ ടൈപ്പ് നെക്സ്റ്റ് വീക്കോട് കൂടി അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ വർഷത്തെ എൻഡോട് കൂടി മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ച്, ഐ എം നോട്ട് ടെല്ലിംഗ് ടിയർ 1 എക്സ്ചേഞ്ചുകളല്ല, ടിയർ 2 ഉള്ള മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന മോസ് എന്ന് പറയുന്ന കറൻസിന്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഫേസ് 4ലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചിലേക്കുള്ള ലിസ്റ്റിങ്ങും ഗ്ലോബൽ ആയിട്ടുള്ള ഒട്ടനവധി ടൈപ്പുകളാണ് ഫേസ് 4ലേക്ക് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഫേസ് 4-നകത്തോട്ട് കുറെ പേയ്മെന്റ് ഇന്റഗ്രേഷൻസും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ മോഡുലാർ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നതിലുള്ള അഡ്വാൻസ് ഗവേണൻസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും. വളരെ ഒരു കോട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. ദ നെക്സ്റ്റ് വേവ് ഓഫ് ബ്ലോക്ക് ചെയിൻ അഡാപ്റ്റേഷൻ ഈസ് ഹിയർ. നമുക്കിപ്പം മനസ്സിലാക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ട് കാര്യമാണ്. 2008 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് BTC എന്ന് പറഞ്ഞൊരു ടോക്കൺ അല്ലെങ്കിൽ കറൻസി നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. 2015-നകത്ത് എത്തീരിയം വന്നിട്ടുണ്ട്. അതിനുശേഷം സൊളാന വന്നിട്ടുണ്ട്, മാറ്റിക് വന്നിട്ടുണ്ട്, BNB വന്നിട്ടുണ്ട്.
ഒട്ടനവധി അതായത് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ടോക്കണുകൾ വന്നിട്ടുണ്ട്. ഈ ടോക്കണുകൾ ഒന്നും തന്നെ നമ്മൾ കൈവച്ചിട്ടില്ല. കൈവച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കഷനകത്ത് കൂടുതൽ ആൾക്കാർ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൈവെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ്. അപ്പം എനിക്ക് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഈ ഒരു സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ BTC എന്ന് പറയുന്ന ഒരു കാര്യം 2008 നമുക്ക് മിസ്സായത് നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ക്ലബ് മോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മോസ് എന്ന് പറയുന്ന ഒരു ടോക്കൺ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്നത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് നല്ലതും മോശവും മനസ്സിലാക്കാനുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. സോ ടൈം എടുത്ത് പ്രൊജക്ടിനെ കുറിച്ച് ഇൻഡെപ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കാര്യങ്ങൾ പഠിച്ചെടുക്കുക, വർക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സ്മോൾ പ്രസന്റേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.